ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ. ജോർദാൻ ഒരു മനോഹരമായ രാജ്യമാണ്, അതിന്റെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവും കൊണ്ട്. ഇവിടെ നിന്നുള്ള ജർദാൻ നദി ബൈബിളിലെ പ്രധാന സംഭവങ്ങൾക്കൊപ്പം ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. യോർദാൻ എന്ന പേരിനർത്ഥം താഴോട്ട് ഒഴുകുന്നത് എന്നാണ്. പലസ്തീനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. ഈ നദിക്ക് 320 km ദൂരമുണ്ട്. ഈ നദി ഹെർമോൻ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ചാവുകടലിൽ ചെന്നു ചേരുന്നു. അനേകം തോടുകൾ ഈ നദിയിലേക്ക് പതിച്ച് യോർദാൻ അവസാനമാകുമ്പോഴേക്കും കരകവിഞ്ഞൊഴുകുന്നു. ലോകത്തെവിടെയും ഇല്ലാത്ത വിശിഷ്ട മത്സ്യങ്ങൾ ഇതിലുണ്ട്. ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത പക്ഷികളെയും സസ്യങ്ങളെയും യോർദാൻ നദീതീരത്ത് കാണാം. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ഇസ്രായേലിയർക്ക് യോർദാൻ നദി കടക്കേണ്ടി വന്നു. പുരോഹിതന്മാർ നിയമപെട്ടകം എടുത്തുകൊണ്ട് മുമ്പേ നടന്ന് അവരുടെ കാൽ നദിയിലേക്ക് എടുത്തുവച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. യോർദാൻ നദിയിലെ ഉണങ്ങിയ നിലത്തുകൂടെ അവർ അക്കരെ കടന്നു. ഈ ജീവിതയാത്രയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന യോർദാൻ നദികളുണ്ട്. നദികളിലെ ഒഴുക്ക് മുന്നോട്ടു പോകുവാൻ നമ്മെ ഭയപ്പെടുത്തും. എന്നാൽ ദൈവവചനം കരങ്ങളിലേന്തി പ്രതികൂലങ്ങളിലൂടെ മുന്നോട്ടു പോയാൽ നമുക്കായി ഒരു പാത ദൈവം ഒരുക്കും. ദൈവം നിന്നെ വാഗ്ദത്ത നാട്ടിലെത്തിക്കും. ശുദ്ധീകരണത്തെ കാണിക്കുന്ന നദിയാണ് യോർദാൻ നദി. നയമാൻ കുഷ്ഠരോഗത്തിൽ നിന്നും ശുദ്ധനായത് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ്. യോഹന്നാൻ ജനത്തെ സ്നാനം കഴിപ്പിച്ചത് യോർദാൻ നദിയിലാണ്. യേശു കർത്താവ് സ്നാനം ഏറ്റതും ഈ നദിയിൽ തന്നെ. യോർദാൻ നദി കടന്നവരെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദർശിച്ചവരാണ്. യാക്കോബും ഗിദയോനും ദാവീദും ഏലീശയും ഒക്കെ ഈ നദി കടന്നവരാണ്. എന്നാൽ ഇത് കടക്കാത്തവരെയും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പല അത്ഭുതങ്ങളും ദർശിച്ച് യോർദാൻ നദീതീരത്തെത്തി. യോർദാൻ കടന്നാൽ കനാനിലേക്ക് കാൽവയ്ക്കാം. എന്നാൽ റൂബേന്യരും ഗാത്യരും സുഖവും ആടുമേടുകളും വർദ്ധിച്ചതിനാലും യോർദാൻ നദിയുടെ തീരപ്രദേശത്തിലെ പച്ചപ്പ് കാണുകയാലും അവരുടെ ലക്ഷ്യസ്ഥാനം മറന്നു. അവർ അവിടെ തന്നെ കഴിയണമെന്നാഗ്രഹിച്ചു. അതുകൊണ്ട് അവർ മോശയോട് ഞങ്ങളെ യോർദാന്റെ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശയെ അത് വളരെയേറെ വേദനിപ്പിച്ചു. കാരണം യോർദാനിലെ പച്ചപുല്ലുകൾ കണ്ട് അവർ മയങ്ങിപ്പോയി. യഹോവ വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ നാട് അവർ മറന്നു. ആടുമാടുകളുടെ സമൃദ്ധിയിൽ അവർ സ്വന്തമാക്കേണ്ട വാഗ്ദത്ത നാടിനെ അവർ മറന്നു. അവർ നാശത്തിലേക്ക് പതിച്ചു. ജീവിതയാത്രയിൽ ചെങ്കടലും യോർദാനുമൊക്കെ കടക്കേണ്ടി വരും. യോർദാനിന്റെ സമീപ പ്രദേശങ്ങളുടെ മനോഹാരിത നോക്കി ലക്ഷ്യം മറന്നു നിന്ന് പോകും. അങ്ങനെ ഒരിക്കലും സംഭവിക്കുവാനിടവരരുത്. ഒരേ ലക്ഷ്യത്തോടെ പുറപ്പെട്ടവരാണ് അബ്രാഹാമും ലോത്തും. പിന്നീട് എന്തുണ്ടായി? അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്നു കണ്ടു. നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്വർഗമാണ് ആ ലക്ഷ്യം. ജോർദാൻ സമമായ പ്രശ്നങ്ങളിൽ കുടുങ്ങി നമ്മുടെ ലക്ഷ്യം തെറ്റിയാൽ നമുക്ക് അക്കരെ എത്തുവാൻ കഴിയുകയില്ല. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.